ഹലോ ഫ്രണ്ട്സ്, ഇത് വയനാട് സൈറ്റ് സീൻ ഇറങ്ങിയപ്പോൾ വ്യൂ പോയിൻ്റായ 900 കണ്ടി എന്നൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് അവർ പറഞ്ഞത് 30-40 മീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പോയിട്ടൊരു നമുക്ക് കയറിയിട്ട് അത്രയും മീറ്റർ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും വലിയ ഡെപ്ത് ഇല്ല, താഴത്തേക്ക് ആഴം കുറവാണ് താഴ്ചയിലോട്ട് നോക്കിയിട്ട്. പക്ഷേ അവിടുത്തെ എൻഡിൽ ചെന്നിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട്. ചൂടുണ്ട്, വെയിലുണ്ട്, എന്നാലും ചൂടറിയുന്നില്ലായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ വാഗമണിൻ്റെ അത്രയും വൈബൊന്നുമല്ല, പക്ഷേ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ഫാമിലിയും കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നടക്കും. അപ്പോൾ ഓരോ ബാച്ചായിട്ടാണ് അവർ വിടുന്നത്. കുറച്ചൊരു 10-15 പേര് കയറും. അത് കഴിഞ്ഞ് അവരിറങ്ങിയിട്ടാണ് അടുത്ത ട്രിപ്പായിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ഇളയ മോനും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഏകദേശം കണ്ടോ, 30 മീറ്റർ എന്ന് പറഞ്ഞിട്ട് അത്രയൊന്നുമില്ല, ഒരു 15-16 മീറ്ററൊക്കെ ഉള്ളൂ. അവിടെ ചെന്നിട്ട് താഴത്തേക്ക് നോക്കുവാണ്. അപ്പോൾ അധികം നമ്മൾ നിൽക്കുന്ന ആ സ്പോട്ടിൽ നിന്ന് താഴത്തേക്ക് അധികം ഡെപ്തൊന്നുമില്ല. അത് വലിയ സൂപ്പർ ബിൽഡപ്പൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ കൊതിയുള്ളവർക്ക് കയറാം, അത്രേ ഉള്ളൂ. അല്ല അത്ര വൈബും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വ്യൂ പോയിൻറ്റ് കൊള്ളാം. കുറച്ച് കാറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം കാറ്റൊക്കെ കൊണ്ട് ഞാൻ നിന്നു. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തോടെ നിന്നിട്ട് നല്ല ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വെയിലുണ്ട് കേട്ടോ, എന്നാലും ചൂടറിയുന്നില്ലായിരുന്നു. വൈഫ് വന്ന് കയറി, വൈഫിന് ഇപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് വൈഫ് നിന്നു. അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും സൂപ്പർ വൈബൊന്നും പറയാൻ പറ്റില്ല. കണ്ടോ, അതൊക്കെയാണ് ആ വ്യൂ പോയിൻ്റൊക്കെ കാണുന്നത്. നല്ല നല്ല മലനിരകൾ കാര്യങ്ങളുണ്ട്, കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം കൊള്ളാം. അത്യാവശ്യം എൻജോയ് ചെയ്തു. അപ്പോൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഓക്കെ, ബായ്.